അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസ്സ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു വിഷയമാണ് നമ്മൾ പറയുന്നത്. അതിനു മുൻപ് സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. വല്ലാഹു ലാ യസ്തഹയീ മിനൽ ഹഖ്. സത്യം പറയാൻ പടച്ചവനൊരു ലജ്ജയുമില്ല കേട്ടോ. ഇൽമു പറഞ്ഞു തരാൻ, സത്യം പറഞ്ഞു തരാൻ, ഹക്ക് പറയാൻ അള്ളാഹുവിനൊരു ലജ്ജയില്ല കേട്ടോ. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അങ്ങനെ ആദ്യ രാത്രിയുടെ സമയമാണ്. അന്ന് സ്വഹാബത്തിനെയൊക്കെ വിരുന്നിന് ക്ഷണിച്ചിരുന്നു, വലീമ. ഒരുപാട് സ്വഹാബത്ത് വന്ന് ഭക്ഷണം കഴിച്ചു പോയി. 2-3 ആളുകൾ പോകുന്നില്ല. അവരിങ്ങനെ നബിതങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവരിങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സൈനബ് ബീവിക്കും അതൊരു പ്രയാസമാകുമല്ലോ, പ്രത്യേകിച്ച് ആദ്യ രാത്രിയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, 2-3 ആളുകൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതത്തിലേക്ക് വന്ന ഇണകൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, സംസാരിക്കാനുണ്ടാകും, ചേർത്ത് പിടിക്കാനുണ്ടാകും, ഇല്ലേ? ആ സമയത്ത് നമ്മളിങ്ങനെ ഇരുന്ന് മുഷിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ നബിതങ്ങളൊന്നും പറയില്ല. അവിടെ നിൽക്കാന കരീമ, അവിടത്തെ പോലെ മാന്യനായ വ്യക്തിത്വം ലോകത്ത് ആരാണുള്ളത്? ഒന്നും മിണ്ടിയില്ല നബിതങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇടപെടുന്നുണ്ട്. ഇത്തരം അവസരങ്ങളിലൊക്കെ കാര്യം തുറന്നു പറയാൻ കഴിയണം. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. നബിതങ്ങളത് പറയുന്നില്ല, അവിടെ നിന്ന് മടി കാണിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു നാണവും ആ വിഷയത്തിലില്ല, ഒരു ലജ്ജയും ആ വിഷയത്തിലില്ല. സത്യം തുറന്നു പറയേണ്ട കാര്യത്തിൽ അല്ലാഹു ലജ്ജിക്കുന്നില്ല എന്നാണ്. വിശുദ്ധമായ റമദാനിൽ ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ്, തൻ്റെ ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ, ഭർത്താവിനെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ എന്നിത്യാദിയുള്ള ധാരാളം സംശയങ്ങൾ കാണാറുണ്ട്. ഭാര്യയെ ചുംബിക്കുന്നത് കൊണ്ട് ഒരിക്കലും നോമ്പ് മുറിയില്ല. അത് ഒരു കവറില്ലാതെ തന്നെ തൊലി തമ്മിൽ ചേരുന്ന നിലക്ക് ചുംബിച്ചാൽ പോലും നോമ്പ് മുറിയില്ല. പിന്നെന്താണ് അവിടെ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിലൂടെ സ്ഖലനമുണ്ടായിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്നത് ഉറപ്പ് തന്നെയാണ്. കേവല ചുംബനം കൊണ്ട് നോമ്പ് മുറിയില്ലെങ്കിലും സ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുമെന്നത് ഉറപ്പാണ്. ഇനി ഒരാൾക്ക് ചുംബനത്തിലൂടെ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് അയാൾ പോകും, അയാൾ വികാരത്തിന് അടിമപ്പെട്ടു പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ മനുഷ്യൻ ചുംബിക്കാതിരിക്കുകയാണ് വേണ്ടത്. അയാളുടെ ചുംബനം അത് തഹരീമിൻ്റെ കറാഹത്താണ് എന്ന് മദ്ഹബിൻ്റെ ഇമാമുകൾ പറയുന്നുണ്ട്. സാദാ കറാഹത്തല്ല, തഹരീമിൻ്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമിനോട് അടുത്തു നിൽക്കുന്ന കറാഹത്താണ്. വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അകാരണമായുള്ള ചുംബനങ്ങൾ വിശുദ്ധമായ റമദാനിലെ പകരിൽ നിന്ന് മാറ്റിവെക്കുകയാണ് വേണ്ടത് എന്ന് ഉണർത്തട്ടെ. മറ്റൊരു ചോദ്യം, ഭാര്യയെ ആലിംഗനം ചെയ്യാൻ പറ്റുമോ, ഭർത്താവിനെ ആലിംഗനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെയും സെയിം വിഷയം തന്നെയാണ് വരുന്നത്. വിവസ്ത്രരായി രണ്ടുപേർക്കും വസ്ത്രങ്ങളില്ലാതെ വാരിപ്പുണർന്നാൽ പോലും നോമ്പ് മുറിയില്ല, അവിടെ നോമ്പ് ബാത്തുലാകില്ല. പക്ഷേ അതിലൂടെ സ്ഖലനം സംഭവിക്കുകയാണെങ്കിൽ നോമ്പ് മുറിയുമെന്നത് ഉറപ്പാണ്. ഇനി ഏതെങ്കിലും വൈകാരികതയ്ക്ക് അടിമപ്പെട്ടു പോകും എന്നുറപ്പുള്ള മനുഷ്യൻ അങ്ങനെ ചെയ്യൽ അത് തഹരീമിൻ്റെ കറാഹത്തും തന്നെയാണ്. ഇനി റമദാനിൻ്റെ പകരിൽ നഗ്നത ദർശിച്ചാലോ, ഭാര്യ ഭർത്താവിൻ്റെയോ ഭർത്താവ് ഭാര്യയുടെയോ, അതിലൂടെ നോമ്പ് മുറിയില്ല. പക്ഷേ അതിലൂടെ സ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇടയ്ക്കൊരു കാര്യം ഞാൻ പറയട്ടെ, വിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പട്ടിണി കിടക്കാനുള്ളൊരു മാസമല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. വെറും പട്ടിണി കിടക്കാനുള്ളൊരു മാസം മാത്രമായി റമദാനിനെ നമ്മൾ കാണരുത്. ആദ്യകാലത്ത് റമദാനിൽ രാവിലെയും രാത്രിയിലും സെക്ഷൽ ഇൻ്റർകോഴ്സ് നിരോധിച്ചിരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് രാത്രിയെ നമുക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ രാത്രി നമുക്ക് വേണ്ടുവോളം ആസ്വദിക്കാം, ഒരു കുഴപ്പമില്ല. തൻ്റെ പ്രിയപ്പെട്ടവളുമായി പ്രിയപ്പെട്ടവനുമായി എങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതര മാസങ്ങളിൽ നിങ്ങൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നത് പോലെ വിശുദ്ധ റമദാനിലും നിങ്ങൾക്കത് മുൻപോട്ട് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പകൽ സമയം, ആ നോമ്പുകാരിയായിരിക്കുന്ന സമയത്ത് കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രമായില്ല, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ വിചാരങ്ങളെപ്പോലും കൺട്രോൾ ചെയ്തെങ്കിലേ ആ നോമ്പിൻ്റെ പരിപൂർണ പ്രതിഫലത്തിലൂടെ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ കടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നോമ്പുകാർക്കുള്ളതാണ് റയ്യാൻ എന്ന് പറഞ്ഞാൽ വെറുതെ പട്ടിണി കിടക്കുന്നവർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലല്ല, അങ്ങനെയല്ല. വികാരങ്ങളെപ്പോലും കൺട്രോൾ ചെയ്യുന്നതാണ് നോമ്പ്. അതുകൊണ്ടല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ചിലവിന് കൊടുക്കാൻ പറ്റില്ലേ, പറ്റുമെങ്കിൽ വിവാഹം കഴിക്കുക. നിങ്ങൾക്ക് ചിലവിന് കൊടുക്കാൻ പറ്റാത്ത മനുഷ്യനാണോ എങ്കിൽ വിവാഹം കഴിക്കേണ്ട, നോമ്പ് പിടിച്ചോളൂ. കാരണം എന്താ? നോമ്പ് നമ്മുടെ വിചാരങ്ങളെ കൺട്രോൾ ചെയ്യണം. അങ്ങനെയുള്ള നോമ്പാകണം. അല്ലാതെ കേവലം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചട്ടി നോമ്പ് എന്ന് പറയും, അങ്ങനത്തെ നോമ്പായിട്ട് കാര്യമില്ല. ഇഖ്ലാസോടെ അള്ളാഹുവിന് വേണ്ടി അന്നപാനീയങ്ങളും വിചാരങ്ങളും മോശം ചിന്തകളും മോശം തോട്ട്സും മോശം നടത്തവും മോശം ഇരുത്തവും അങ്ങനെ എല്ലാ ഹറാമുകളിൽ നിന്നും മനസ്സിനെ
മുക്തമാക്കി, മാലിന്യങ്ങളിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കി ഏക ഇലാഹായ റബ്ബിനെ മാത്രം കൽബിലേക്ക് പ്രതിഷ്ഠിച്ച് നോക്കിയേ, എത്രമേൽ മനോഹരമായി തീരുമാ റമദാൻ. അങ്ങനെയാകണമെന്നുണർത്തട്ടെ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സംയോഗത്തിലേക്ക് അത് എത്തിപ്പോയാൽ കാര്യം അപകടമാണ്, വലിയ പാപമാണ്. അതിന് കഫാറത്തുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ അയാൾ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. ഒരു നോമ്പിന് പകരമായിട്ട് 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. യാ അല്ലാഹ്, 50 ദിവസം നോമ്പെടുത്തു, 51ാമത്തെ ദിവസം എന്തോ ഒരു ക്ഷീണം കൊണ്ട് നോമ്പെടുക്കാൻ പറ്റിയില്ല. പിറ്റേന്നങ്ങ് ബാക്കി തുടരാൻ പറ്റൂല. പിറ്റേന്ന് വീണ്ടും എന്ത് ചെയ്യണം? 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം. അത് കഫാറത്ത് കൃത്യമാണ്. ഒരു നോമ്പിനാട്ടോ 2 നോമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ യാ അല്ലാ, അപ്പോൾ 120 നോമ്പ് എടുക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയല്ലേ. ഇനി ആരോഗ്യമില്ലാത്തൊരു മനുഷ്യനാണ്, നോമ്പെടുക്കാൻ പറ്റുന്നില്ല അയാൾക്കെങ്കിൽ, അയാൾ ഇങ്ങനെ ചെയ്ത് നോമ്പ് ബാത്തിലായി പോയതാണെങ്കിൽ, ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിലൂടെ നോമ്പ് ബാത്തിലായി പോയതാണ്, നോമ്പ് മുറിഞ്ഞു പോയതാണെങ്കിൽ, ഒരു നോമ്പിന് പകരം ആരോഗ്യമില്ലാത്ത മനുഷ്യനാണെങ്കിൽ അയാൾ ഒരു നോമ്പിന് പകരം 60 മിസ്കീന്മാർക്ക്, അതും കുടുംബത്തിലുള്ളവർക്ക് പറ്റൂല, താൻ ചിലവ് കൊടുക്കൽ, കുടുംബത്തിലുള്ളവരെന്ന് പറഞ്ഞാൽ താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് പറ്റൂല. ആ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളല്ലാത്ത 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. അത് പ്രായശ്ചിത്താണ്. യാ അല്ലാഹ്. അപ്പം എന്തിനാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്? രാത്രി നമുക്ക് വേണ്ടുവോളം സമയമുണ്ടല്ലോ ആസ്വദിക്കാൻ. പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് തോട്ട്സ് ഇട്ട് തരും. ഈ സമയത്ത്, പകൽ സമയത്ത് നമ്മളിങ്ങനെ നോമ്പുകാരായിരിക്കുമ്പോൾ നമ്മുടെ നോമ്പ് ബാത്തുലാക്കാൻ പിശാച് കിണഞ്ഞ് പരിശ്രമിക്കും. അവൻ്റെ ചതിവലകളിൽ ചാടാതിരുന്നാൽ, സൂക്ഷ്മത പാലിച്ചാൽ, റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിൽ ജഗന്നിയന്താവായ തമ്പുരാൻ്റെ വിരുന്നുകാരായി നമുക്ക് ചെല്ലാം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ അനുകൂലമാകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.